ഇനി ജാതി വിദ്വേഷത്തെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. മനുഷ്യരെല്ലാവരും ഒരേ വർഗവും ഒരേ വർണ്ണവും ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും പുത്രരും പുത്രിമാരുമാണെന്നാണ് ഇസ്ലാമിൻ്റെ തീരുമാനം, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്. പലയിടങ്ങളിൽ ഇതിന് വിരുദ്ധമായ നിരവധിയായ പ്രവർത്തനങ്ങൾ വന്നു. അവരെ സംസ്കരിക്കാൻ കൂടെയാണ് പ്രവാചകന്മാർ ധാരാളമായി കടന്നു വന്നത്. നമ്മുടെ ഇന്ത്യ ജാതീയതയുടെ വിളവെടുപ്പ് ഭൂമിയാണ്. മനുഷ്യരെ വിവിധ ശ്രേണികളായിട്ട് തിരിക്കുന്ന, ഒരിക്കലും മാനവികമല്ലാത്ത ആ ഒരു സംവിധാനം മതത്തിൻ്റെ ഭാഗമായും അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായും മോക്ഷത്തിനുള്ള മാർഗമായും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു നാടാണ് നമ്മുടെ ഇന്ത്യ. നമുക്കറിയാവുന്നതുപോലെ പ്രധാനപ്പെട്ട ജാതി വർണ്ണങ്ങൾ 4 എണ്ണമാണ്: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, അപ്രകാരം തന്നെ ശൂദ്രർ. സത്യം പറഞ്ഞാൽ ഈ ജാതി വർണ്ണ വ്യവസ്ഥയിൽ കടന്നുകൂടാൻ പോലും പറ്റാത്ത കുറേ ടീമുണ്ട്. ശൂദ്രരൊക്കെ അവരുടേതായ ധർമ്മം ബ്രാഹ്മണനെ സേവിക്കലാണ് എന്ന് പറഞ്ഞാലും, ഏറ്റവും വൃത്തികെട്ട പണികളാണ് അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാലും, അവർക്ക് വിദ്യാഭ്യാസം പാടില്ല എന്ന് മതപരമായ തിട്ടൂരമായിട്ട് തന്നെ അവരെ കാലങ്ങളായി സഹസ്രങ്ങളായി അടിച്ചേൽപ്പിക്കപ്പെട്ടാലും അവർക്കൊക്കെ ജാതി വ്യവസ്ഥയിൽ കയറാനെങ്കിലും പറ്റിയിട്ടുണ്ട്. ഇതിനു പോലും പറ്റാത്ത കുറേ പുഴുജന്മങ്ങൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകരുടെ കഠിനമായ അധ്വാനം കൊണ്ടാണ് അതിന് ഒരു പൊതു രീതിയിൽ നിന്ന് മാറി വളരെ പരസ്യമായി അതൊരു ചടങ്ങായി നിർവഹിക്കുന്ന ശൈലിയിൽ നിന്ന് കുറേയൊക്കെ മാറി ഇന്ന് ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്.